അഡ്വക്കേറ്റ് നജ്മ തബ്ഷീറ 32ാം ദിവസത്തിലെത്തി നിൽക്കുന്ന ഒരു സമരമാണ്. ആ സമരം എന്നുള്ളത് വെയിൽ കൊണ്ടുള്ള സമരമാണ്. നമ്മൾ കുറേ ദിവസങ്ങളായി ഈ വിഷയം തന്നെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ വിഷയത്തിൽ പരസ്പരം കുറ്റപ്പെടുത്തുന്നത് BJPയും CPIഎമ്മും പരസ്പരം കുറ്റപ്പെടുത്തുന്നത് നജ്മ കണ്ടല്ലോ. ഇക്കാര്യത്തിൽ പ്രതിപക്ഷം ഒരു നിലപാടെടുത്തിട്ടുണ്ട്, സമരത്തിന് പിന്തുണയും നൽകിയിട്ടുണ്ട്, ചില ഘട്ടങ്ങളിൽ പ്രതിഷേധ പരിപാടികളും നടത്തിയിട്ടുണ്ട്. ഇതിൽ ആരാണ് യഥാർത്ഥ കുറ്റവാളി എന്നാണ് മനസ്സിലാക്കൽ? തീർച്ചയായും അതിലൊരു ക്ലാരിറ്റി വരുത്തേണ്ടതുണ്ട് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. യഥാർത്ഥത്തിൽ ആശാ വർക്കർമാരുടെ ശമ്പളം അല്ലെങ്കിൽ ഇൻസെൻറ്റീവ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് രണ്ട് വകയായിക്കൊണ്ട് തന്നെയാണ്. കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും ഭാഗങ്ങളായിട്ടുള്ള എമൗണ്ട് കൂടിയിട്ടാണ് ഇവർക്കൊരു ഇൻസെൻറ്റീവ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാന സർക്കാരാണ് ഇവരുടെ ഹോണറേറിയം കൊടുക്കുന്നതെന്നും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണ് ഇവരുടെ ഇൻസെൻറ്റീവ് കൊടുക്കുന്നത് എന്നുമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ സമരം വളരെ സ്പെസിഫിക് ആണ്. ഈ ചർച്ച തുടങ്ങിയപ്പോൾ തന്നെ പ്രിയപ്പെട്ട മിനി ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അവർ ആവശ്യപ്പെടുന്നത് കൃത്യമായ കുറേ ന്യായമുള്ള വിഷയങ്ങളാണ്. അഥവാ അവർക്കുള്ള ശമ്പള വർധന, കുറേ കാലം മുൻപുണ്ടായിരുന്ന അതേ ശമ്പളം സ്കെയിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ജോലിയിൽ അന്നുണ്ടായതിനേക്കാൾ ഇരട്ടിയായ വലിയൊരു വർധന ഉണ്ടായിട്ടുണ്ട്. ആ ജോലിയുടെ വർധനയ്ക്ക് ആനുപാതികമായിക്കൊണ്ട് അവർക്ക് കിട്ടുന്ന എമൗണ്ടിലും അവർക്ക് കിട്ടുന്ന തുകയിലും വർധനവ് വേണമെന്ന വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ ആശാ തൊഴിലാളികൾ ഇവിടെ സമരം നയിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവർ ഈ പറഞ്ഞ പോലെ പന്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിച്ചുകൊണ്ട് അപഹാസ്യരാക്കുകയാണ്. ഈ വെയിൽ കൊള്ളുന്ന സ്ത്രീകളെ അപഹാസ്യരാക്കിക്കൊണ്ടുള്ള നിലപാടാണ് രണ്ടിടത്തു നിന്നും ഗവൺമെൻറ്റുകൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ പറഞ്ഞ പോലെ മിനി സൂചിപ്പിച്ച പോലെ വളരെ സ്പെസിഫിക് ആയിട്ട് അവർ ചോദ്യങ്ങൾ ചോദിക്കുന്നു. അവർ സംസ്ഥാന സർക്കാരിനോടാണ് ചോദിക്കുന്നത്, ഞങ്ങളുടെ ഹോണറേറിയം കൂട്ടിത്തരണം. എന്നാൽ അവർ പൂർണ്ണമായും കൈ കഴുകി അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത്. ഏകദേശം 33 ദിവസം ഈ സമരം പിന്നിടുമ്പോഴാണ് മാധ്യമങ്ങൾ മുഴുവൻ ഈ ചർച്ച ഏറ്റെടുത്തതിന് ശേഷമാണ്, പൊതുസമൂഹം മുഴുവനായും എതിരായതിനു ശേഷമാണ് ദേശാഭിമാനിക്ക് വെളിവുണ്ടാവുന്നത് ഇങ്ങനെ ഒരു സമരം നടക്കുന്നുണ്ട് എന്ന്. അതിനു മുൻപ് വരെ അത് CPIഎമ്മിനെ സംബന്ധിച്ചിടത്തോളം അരാജകത്വവാദികളുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും ഇവരുടെയൊക്കെ ഒരു വലിയ ഗൂഢാലോചനയിൽ ഉണ്ടാകുന്ന വലിയ സമരമാണ്. ഈ സ്ത്രീകളെ പുച്ഛിച്ചു തള്ളാനാണ് ഗവൺമെൻറ് പൂർണ്ണമായും ശ്രമിച്ചിട്ടുള്ളത്. ഒരു സമരത്തോട് ആ നാട് ഭരിക്കുന്ന സർക്കാർ സ്വീകരിക്കേണ്ട ഒരു സമീപനം അതാണോ എന്നതാണ് എൻ്റെ ഒന്നാമത്തെ ചോദ്യം. പ്രത്യേകിച്ച് സ്ത്രീകളായ ഒരു പറ്റം വർക്കേഴ്സിനോട്. ഈ കഴിഞ്ഞ വനിതാ ദിനത്തിൽ, ഒരു നൂറ്റാണ്ട് മുൻപ് വനിതാ ദിനത്തിൽ ഈ നാട്ടിലെ സ്ത്രീകൾ സമരം ചെയ്തത് തുല്യവേതനത്തിന് വേണ്ടിയാണ്. അവർ അവിടെ എടുക്കുന്ന ജോലിയെ റെക്കഗ്നൈസ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടാണ്. ഒരു നൂറ്റാണ്ടിന് ശേഷവും 2025 വനിതാ ദിനം ആഘോഷിക്കുമ്പോൾ നമ്മൾ വലിയ വലിയ പ്രസ്താവനകളൊക്കെ എടുക്കുമ്പോൾ കേരളത്തിൽ ഏറ്റവും അടിസ്ഥാന വർഗത്തിൽപ്പെട്ട സ്ത്രീകൾ ഇവിടെ ശമ്പള വർധനയ്ക്ക് വേണ്ടി, വേതന വർധനയ്ക്ക് വേണ്ടി സമരം നടത്തുകയാണ്. അതേ ഉദ്ദേശത്തിന് വേണ്ടി ഇന്ന് 2025 നമ്മൾ സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആശാ വർക്കർമാർ എന്ന് പറയുമ്പോൾ വളരെ സ്പെസിഫിക് ആയിട്ട് അവിടെ സൂചിപ്പിക്കുന്നുണ്ട്, ട്രെയിൻഡ് ഫീമെയിൽ വളണ്ടിയേഴ്സാണ്, ആക്ടിവിസ്റ്റ്. സ്ത്രീകളിൽ 20 വയസ്സ് മുതൽ 45 വയസ്സ് വരെയൊക്കെ പ്രായമുള്ള, 25 വയസ്സ് മുതൽ 45 വയസ്സ് വരെ പ്രായമുള്ള സ്ത്രീകൾ എടുക്കേണ്ട ഒരു തൊഴിലാണ്. ആ സ്ത്രീകൾ എടുക്കേണ്ട തൊഴിലിനെ ഇത് വളരെ അസംഘടിതമായ ഒരു വിഭാഗമാണ് എന്ന് കരുതിക്കൊണ്ട്, അവരുടെ മുന്നിൽ തല താഴ്ത്താൻ സർക്കാരിന് സൗകര്യമില്ല എന്ന് കരുതിക്കൊണ്ട് ഒരു ധാർഷ്ട്യമുള്ള നിലപാടാണ് സർക്കാർ എടുത്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് കൂട്ടി നൽകാവുന്നതേ ഉള്ളൂ. യഥാർത്ഥത്തിൽ മറ്റ് സംസ്ഥാനങ്ങളുടെ ഒന്നും ഉദാഹരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല, അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്താണ്. കർണാടകയിൽ എന്താണ് സംഭവിച്ചത്, ഓരോ സംസ്ഥാനങ്ങളിലും ആശാ വർക്കർമാരുടെ ജോലി സംബന്ധിച്ചും വ്യത്യസ്ത തലങ്ങളുണ്ട്. കേരളത്തിൽ ആശമാർ ഏതൊക്കെ രൂപത്തിൽ പ്രവർത്തിക്കുന്നു, അവരുടെ ജോലി എന്തൊക്കെയാണ്, അവർക്ക് ജോലിക്ക് കൃത്യമായ ഒരു സമയക്രമമില്ല. ഇതൊക്കെ തന്നെ നമ്മൾ പലതവണ ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ്. നജ്മ തബ്ഷീറ, ഇതിൽ പ്രായത്തിന്റെ വിഷയത്തിലും ഒരു തർക്കമുണ്ട്. പ്രായപരിധി ഇല്ലായിരുന്നു ആദ്യം, പ്രായപരിധി ഒന്നും പറഞ്ഞിട്ടില്ല. ആരോഗ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വന്ന് ഈ ആശാ വർക്കർമാരാകാം, അതിനുള്ള മനസ്സുണ്ടായാൽ മതി, മനസ്സുള്ള സമയത്ത് മതി എന്നായിരുന്നു അത് തുടങ്ങുമ്പോൾ. പിന്നെയാണ് ഇതിൽ മാത്രം ഒതുങ്ങേണ്ടി വരുന്ന രൂപത്തിലേക്ക് അത് വിപുലമായത്. കോവിഡ് കാലത്ത്, നിപ കാലത്തൊക്കെ അവരുടെ പ്രവർത്തനം എന്തായിരുന്നു എന്ന് നമ്മുടെ കേരളം കണ്ടതല്ലേ? അതെ, തീർച്ചയായും. ഞാൻ അതിലൊരു സജഷൻ മാത്രം മുന്നോട്ട് വെക്കുകയാണ്. വളരെ ഹാർഡായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ മെമ്പറാണ് ഞാൻ. ആ അനുഭവം വെച്ച് മാത്രം പറയാം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു തരം വർക്കേഴ്സാണ്, അല്ലെങ്കിൽ ഒരു കൂട്ടം വർക്കേഴ്സാണ് ആശാ വർക്കേഴ്സ് എന്ന് പറയുന്നത്. ഓരോ വീടുമായും ഓരോ സ്ത്രീയുമായും, മുലയൂട്ടുന്ന സ്ത്രീകളുമായി, ഗർഭിണികളുമായ സ്ത്രീകളായി, അസുഖബാധിതരായ ആളുകളുമായൊക്കെ കൃത്യമായ ഒരു ഡേ ടു ഡേ അഫയേഴ്സ്, അവരുടെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരു കൂട്ടം മനുഷ്യരാണ് ആശാ വർക്കേഴ്സ് എന്ന് പറയുന്നത്.
ഈ കാലം എന്ന് പറയുന്നത് ഇനിയുള്ള മഴക്കാല പൂർവ്വ ശുചീകരണങ്ങളുടെയൊക്കെ കാലമാണ്. ഇതിനൊക്കെ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം കൃത്യമായി ആശ്രയിക്കുന്നത് കേരളത്തിൽ ആശാ വർക്കേഴ്സിനെയാണ്. അത്രയും കൃത്യമായി അവർ പണിയെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ജീവിതശൈലി രോഗങ്ങളുടെ ലിസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. വളരെ ഹാർഡായിട്ടുള്ളൊരു ജോലി അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഹോണറേറിയം കൂട്ടി നൽകണമെന്നുള്ളത് വളരെ ന്യായമായ ഒരു ആവശ്യമാണ്. ആ ന്യായമായ ആവശ്യത്തിന് ഞങ്ങളുടെ ഒന്നാമത് ഇവർ പറയുന്ന കാര്യം ഇത് ഞങ്ങളുടെ കാര്യമല്ല, ഇത് ഞങ്ങളല്ല ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് അവർ അവിടെ നിന്ന് മാറി നിൽക്കുന്നു. അത് പച്ചക്കള്ളമാണ്. അതിനെ ഞാൻ അംഗീകരിക്കുന്നേ ഇല്ല. ഇനി രണ്ടാമത് അവർക്ക് വേണമെങ്കിൽ പറയാം സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിൽ പണമില്ല. അതിലും വ്യക്തമായ വിയോജിപ്പുകളുണ്ട്. ധൂർത്തിന് പണം ഉണ്ടാവുകയും എന്നാൽ ആളുകളുടെ പട്ടിണി മാറ്റാൻ പണമില്ലാതാവുകയും ചെയ്യുന്ന അപഹാസ്യകരമായ ഒരു സാഹചര്യത്തെക്കുറിച്ച് എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്നാൽ പോലും ഇപ്പോൾ അംഗനവാടി വർക്കേഴ്സിൻ്റെ ഹോണറേറിയം കൂട്ടിയ കാര്യത്തിൽ, അതുപോലെ തന്നെ പ്രേരകമാരുടെ അവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ട കുടിശ്ശിക നൽകുന്നതിൻ്റെ കാര്യത്തിൽ ഒക്കെ സർക്കാർ സ്വീകരിച്ച ഒരു സമീപനമുണ്ട്. മാതൃകാപരമല്ലെങ്കിലും പട്ടിണി മാറ്റാൻ അത് ഉചിതമാണ്. പ്രേരകമാരുടെ വർഷങ്ങളായിട്ടുള്ള ശമ്പളം കുടിശ്ശികയായിരുന്നു. അത് നൽകാൻ സാധിക്കാത്തതിൽ മനം നൊണ്ട് ആത്മഹത്യ ചെയ്യുന്ന പ്രേരകമാർ വരെ കേരളത്തിലുണ്ടായി. ആ സമയത്ത് അത് സംസ്ഥാന സർക്കാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിടലിക്ക് വെച്ച് കൊടുത്തു. എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ, പക്ഷേ അവർക്ക് കഞ്ഞി കുടിക്കാനുള്ള വകയുണ്ടായല്ലോ. പ്രേരകമാർക്ക് ശമ്പളം കൊടുക്കാനുള്ള ഉത്തരവാദിത്വം അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് കൊടുത്തു. അംഗൻവാടി ജീവനക്കാർക്ക് ഹോണറേറിയം നൽകാനുള്ള പണം കണ്ടെത്തേണ്ടുന്ന ഉത്തരവാദിത്വം അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൊടുത്തു. അതോടുകൂടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അവർക്ക് പണം നൽകുകയും അവർക്ക് ജീവിക്കാനുള്ള വക ഉണ്ടാവുകയും ചെയ്യുന്നു. അതാണ് ഏറ്റവും പ്രധാനമായൊരു കാര്യം. അവർ ചെയ്യുന്ന തൊഴിലിന് പണം കിട്ടുകയും അതിൽ നിന്ന് മനുഷ്യന് അതിജീവിക്കാൻ പറ്റുകയും ചെയ്യുക എന്നുള്ളത് അത് സാധ്യമാവുന്നു. ഇനി അവർക്ക് പണമില്ല എന്നതാണ് എക്സ്ക്യൂസ് എങ്കിൽ അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വളരെ ചെറിയ തുകയല്ലേ വരുന്നുള്ളൂ. ഈ ആശാ വർക്കർമാർക്ക് നമ്മൾ അവരെടുക്കുന്ന തൊഴിലിന് അനുസരിച്ചുള്ള കൂലി കൊടുക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അത്രയും വലിയൊരു തൊഴിലാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ ആവശ്യപ്പെടുന്നത് വളരെ ചെറിയൊരു വർധനമാണ്. ആ വർധനവ് സംസ്ഥാന സർക്കാർ ദിവസം 700 രൂപ ചെയ്തു കൊടുക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. അതെ അതെ എന്ന് വെച്ചാൽ 230 ഉറുപ്പ്യ ഉണ്ട്. ഇക്കാലത്ത് എന്ത് നടക്കും? 235 രൂപ കൊണ്ട് ഒരു ദിവസം ഒരു മനുഷ്യൻ എത്ര നേരം പണിയെടുത്തിട്ടാണ് ഈ പൈസ ഉണ്ടാക്കുന്നതെന്ന് അറിയോ? അതുകൊണ്ടൊരു മനുഷ്യന് എങ്ങനെയാണ് ജീവിക്കാൻ പറ്റുക? അതൊരു ചോദ്യമല്ലേ? 700 രൂപ എന്ന് പറയുന്നത് വളരെ ന്യായമായ ആവശ്യമാണ് അവർ ഉന്നയിക്കുന്നത്. ഇതിൽ സംസ്ഥാന സർക്കാരിന് പണം കൂട്ടി നൽകാൻ സാധിക്കും. അത് അവർ ചെയ്തേ പറ്റൂ. അതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹായം തേടണമെങ്കിൽ ആവാം. കേന്ദ്ര ഗവൺമെൻറ് അവിടെ നിന്ന് മാറി നിൽക്കണം എന്നല്ല ഞാൻ പറയുന്നത്. അവരും കൃത്യമായി ഇടപെടേണ്ട ഈ വിഷയങ്ങളുണ്ട്. പക്ഷെ അവരിലൂടെ മാത്രമല്ല ഇതിനൊരു പരിഹാരമാവുന്നത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.